ആസിഫ് സ്ഥലത്താണ് ഉള്ളതെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ? ഈ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്നവരുടെ ആരോഗ്യനില, അതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ ആസിഫ്? തീർച്ചയായും പരിക്കേറ്റവരുടെ ചിലരുടെ ആരോഗ്യനില ഇപ്പോഴും ആശങ്കയായി തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ ഈ ദുരന്തമുണ്ടായ ഭൂമിക്ക് സമീപത്താണ്. നമുക്കറിയാം ഈ ഒരു പ്രദേശമാണ് ഇന്നലെ പൂർണ്ണമായും ഒലിച്ചു പോയത്. ഇന്നലെ ഈ ഒരു പുഴയിലെ ഒഴുക്ക് കാരണമാണ് ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരാൻ കഴിയാതെ പോയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഒരു തകർന്നു പോയ വീടുകൾ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഈ തറ എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൻ്റെ തറയാണ്. ആ അമ്പലത്തിൻ്റെ തറ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ബാക്കി മുഴുവനും ഒലിച്ചുപോയ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ വലിയ രീതിയിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രളയത്തിൻ്റെ കൂടുതൽ നമുക്ക് ഉള്ളിലേക്ക് കടന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുക. ഇപ്പോൾ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റ് ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകളും ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർ ആ മേഖലയിലേക്ക് ഇപ്പോൾ നടന്നു പോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് അധിക ദൂരം നടന്നു പോയി വേണം ഇനി അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ. അതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്നലെ രാത്രി 10:30 വരെ നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ വരെ ആണ് ആളുകളെ എത്തിച്ച് ഇവിടെ നിന്ന് റോപ്പിന്റെ സഹായത്തോടു കൂടി അപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ മാത്രമാണ് നമുക്ക് രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയുക. താൽക്കാലികമായി താഴത്തൊരു ചെറിയ പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുകൂടി നമുക്ക് ഈ രക്ഷാപ്രവർത്തനം അത് പൂർണ്ണമായ തോതിൽ സജീവമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു ഇങ്ങോട്ടുള്ള ഏക മാർഗമാണ് പൂർണ്ണമായും ഇന്നലെ തകർന്നു പോയത്. ഇപ്പോഴും നമുക്കറിയാം ഈ ഒരു പുഴയിലേക്കുള്ള നീരൊഴുക്ക് അത് അതിശക്തമായ നീരൊഴുക്കായിരുന്നു ഇന്നലെ പുലർച്ചെ മുതൽ തുടർന്നത്. ഇപ്പോഴും അതിന് യാതൊരു തരത്തിലുമുള്ള തടസ്സമില്ലാതെ പോവുകയാണ്. അതോടൊപ്പം ആ സ്കൂളിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. സ്കൂൾ കെട്ടിടമടക്കം ഏത് രീതിയിലാണ് അതിനെ ബാധിച്ചിട്ടുള്ളത്. ആ ഒഴുകി വന്ന കല്ലുകളുടെ വലിപ്പം നോക്കിയാൽ ആ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ഒഴുകി വന്നിരിക്കുന്ന പാറക്കൂട്ടുകളുടെ കൂട്ടത്തിൽ വീടിൻ്റെയോ സ്കൂളിൻ്റെയോ മറ്റോ ഭിത്തി അടക്കം അത് അതേപോലെ വന്ന് ഒഴുകി തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിൽ വലിയ ദുരന്തം വിധിച്ചുകൊണ്ട് വന്ന ആ ഒരു മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും എത്തുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഭീകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ നമുക്ക് ആർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം രക്ഷാ ദൗത്യം ഇന്നലെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നു വരാൻ കഴിയുന്ന എല്ലാ വഴികളും അടഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. രക്ഷാപ്രവർത്തകർ തന്നെ വളരെ ശ്രമകരമായാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഇന്നലെ കടന്നു വന്നിരുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താൽക്കാലികമായി നിർമ്മിച്ച പാലം വഴി അടക്കം അവർ കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ നിരവധി രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കാളികളാകാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്പലത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി. ഇപ്പോൾ ആൽമരം മാത്രം ഇവിടെ ഈ ദുരന്തഭൂമിയിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യം. അതിന് ചുറ്റിലുണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ആ ഒരു 200-250 മീറ്ററിലധികം ദൂരമുള്ളൊരു റോഡാണ്. ആ റോഡ് അത് പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഇത് കടന്നുപോയത്. ഒരു പ്രദേശത്തെ മുഴുവൻ അതിൻ്റെ ഒരു വിശാലമായ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഉണ്ടായിരുന്ന ചില വീടുകളുടെ ഒന്നും അവശിഷ്ടങ്ങൾ പോലും ഇല്ലാത്ത തരത്തിൽ അത് ഒലിച്ചു പോയിട്ടുണ്ട്. ആ കെട്ടിടങ്ങളുടെ ആ റോഡിൻ്റെ സൈഡിലുള്ള കെട്ടിടങ്ങൾ ഏറ്റവും സൈഡിലുള്ള കെട്ടിടങ്ങളുടെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ കെട്ടിടങ്ങളിലെയും അടക്കം അത് തകർത്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ ഒലിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതായാലും രക്ഷാദൗത്യം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട സൈന്യവും ഫയർഫോഴ്സും നമ്മുടെ ഏതൊക്കെ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി വളരെ വൈകി വരെ നമ്മൾ ആ രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് തടസ്സമായി നിന്നത് പ്രധാനമായും കാലാവസ്ഥയായിരുന്നു. പിന്നീട് രാത്രിയിൽ അവിടെ വൈകി തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ആന ഇറങ്ങുന്ന പാതയായിരുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ രക്ഷാ ദൗത്യം പുനരാരംഭിച്ചിട്ടുള്ളത്.